ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞങ്ങളുടെ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങളെന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയിലെ കന്നറ്റിയിലാണുള്ളത്. അപ്പം ഞങ്ങളുടെ ചങ്കേത്ത് അമ്പലമാണ്. അപ്പം ഞാൻ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പം ഞങ്ങളുടെ ഉത്സവം തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇന്നെന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്നതെന്നാന്ന് എനിക്കറിയത്തില്ല. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് 13-ാം തീയതിയാണ്, ഏപ്രിലിൽ. ഞങ്ങൾ ഇവിടെ ഉള്ള എല്ലാവരും വെയിറ്റ് ചെയ്തേക്കുന്ന ഉത്സവമാണ് ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഹാപ്പിയാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും അമ്പലത്തിൽ പോകാറുണ്ട് ഈ 10 ദിവസവും. അങ്ങനെ ഞാൻ, ദേവു, ഗൗരി, ഇത് ഗൗരിയാണ്, ആൻഡ് ഗൗരി, പിന്നെ സരിക, സഞ്ജന, ശൈലേമ, അവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ പോവാണ്. പൗഡർ തീർത്ത് കളഞ്ഞാണ്. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടെ ആദ്യം അമ്പലത്തിൽ കയറിയിട്ട് പിന്നെ ശൈലേമ്മയുടെ അങ്ങ് പോയി അവരെല്ലാം വിളിച്ചിട്ടാണ് അമ്പലത്തിലേക്ക് വന്നത്. പിന്നെ ഞങ്ങളുടെ അമ്പലം എന്ന് പറയുമ്പോൾ ഒത്തിരി വലിയ അമ്പലമൊന്നുമല്ല, ഒരു കുഞ്ഞമ്പലമാണ്. പിന്നെ അവിടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ നടന്നു വരുന്നുണ്ട്. അപ്പം ഈ ഉത്സവത്തിന് എന്തൊക്കെയാ പരിപാടികൾ എന്നൊക്കെ നമുക്ക് നേരിട്ട് കണ്ടു തന്നെ അറിയാം. അപ്പം ഞാൻ 10 ദിവസവും വ്ലോഗ് എടുക്കുന്നുണ്ട്. ഇത് വന്നിട്ടൊരു കുഞ്ഞു വ്ലോഗാണ്. അപ്പം ഞാൻ വൈകിട്ട് അമ്പലത്തിൽ പോയിടം തൊട്ടുള്ള വ്ലോഗാണിത്. അപ്പം അടുത്ത ദിവസം തൊട്ട് നമുക്ക് ഫുൾ ഡേ വ്ലോഗ് എടുക്കാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുണ്ട്. അപ്പം അവിടെ കളം വരയ്ക്കുകയും പിന്നെ കൽവിളക്ക് കത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നമുക്ക് ഒരു പാർട്ടേ ഉള്ളൂ. അതായത് ഇപ്പം ദീപാരാധന കഴിഞ്ഞിട്ടാണ് ഒരു പാട്ടുള്ളത്. ഒരു പാട്ടെന്ന് പറയുമ്പോൾ 3 പാട്ടാണ് ഉള്ളത്. അപ്പം ഇനിയുള്ള ഉത്സവത്തിൽ ഫസ്റ്റ് പാർട്ടും കാണും, പിന്നെ സെക്കൻഡ് പാർട്ടും കാണും. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ട് പിന്നെ ദീപാരാധന, പിന്നെ സെക്കൻഡ് പാർട്ട്. ഈ ഓരോ പാർട്ടിലും 3 പാട്ട് വീതമാണ് ഉള്ളത്. പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർ മാത്രം കണ്ടാൽ മതി. ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. അപ്പോൾ ദീപാരാധന കഴിഞ്ഞു, നട തുറന്നു, ദെൻ പടക്കം പൊട്ടിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ലെന്ന്. ഇത് പോസ്റ്റ് ചെയ്യാവോന്നും എനിക്കറിയില്ല. അപ്പം എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ആരെല്ലാം പറഞ്ഞു തന്നാൽ മതി. അപ്പം പടക്കം പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്കിനി പാട്ട് തുടങ്ങും. പിന്നെ നമ്മുടെ ഉത്സവം തുടങ്ങുന്ന ദിവസം എല്ലാവട്ടവും മഴയാണ്. മഴയും ഇടിയും കൊണ്ടാണ് നമ്മുടെ പാട്ടുകൾ തുടങ്ങുന്നത്. പിന്നെ പാട്ട് തുടങ്ങുന്നതിന് മുമ്പ് കാപ്പ് കെട്ടും. ആദ്യം ദേവിക്ക് കാപ്പ് കെട്ടിയിട്ട് പിന്നെ അവിടെയുള്ള ആ തിരുമേനി കാപ്പ് കെട്ടും. പിന്നെ അവിടെ മറ്റേ സെക്രട്ടറി, പ്രസിഡന്റ്, അങ്ങനെ ഓരോരുത്തരൊക്കെ കാപ്പ് കെട്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ളവർക്ക് കാപ്പ് കെട്ടാവുന്നതാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കാപ്പ് കെട്ടിയിട്ടുണ്ട്. ഞാൻ, ദേവു, സുരഭേക്ക, ധീരു, പിന്നെ സഞ്ജന, സരിക, ഗൗരി, എല്ലാവരും കാപ്പ് കെട്ടിയിട്ടുണ്ട്. അപ്പം ഈ കാപ്പ് കെട്ടുന്നവർ ഉത്സവം തുടങ്ങി 10 ദിവസവും പ്യുവർ വെജ് ആയിരിക്കണം. നോൺ വെജ് ഒന്നും കൂട്ടാൻ പാടില്ല. പിന്നെ മഴ തുടങ്ങിയിട്ടുണ്ട്. മഴയും ഇടിയും ഒക്കെ ആയിരുന്നു. മഴയും ഇടിയും വരുമ്പോൾ സാധാരണ എന്താണ് നടക്കാറ്, കറണ്ട് പോകാറില്ലേ? അങ്ങനെ കറണ്ട് പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങ് വന്നായിരുന്നു. പിന്നെ തിരുമേനി കാപ്പ് കെട്ടി, അങ്ങനെ കറണ്ട് പോയിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങ് വന്നായിരുന്നു. പിന്നെ തോറ്റൻപാട്ട് കേൾക്കാനൊക്കെ ഇഷ്ടമുള്ളവരൊക്കെയാണ് കമന്റ് ചെയ്യണേ. തിരുനാളീന് തോറ്റം പട്ടുവല്ലികൾക്കായി അമ്മയുടെ നല്ല തിരുനാളീന് തോറ്റം പട്ടുവല്ലികൾക്കായി. അങ്ങനെ നമ്മുടെ 1-ാം ദിവസത്തെ ഉത്സവം കഴിഞ്ഞിട്ടുണ്ട്. ഈ 2-ാം ദിവസത്തെ ഉത്സവമായിട്ട് കാണാം. അപ്പം അതുവരെയായിട്ടും എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ടാറ്റ.